ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളാണെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ചർച്ചകൾ അനന്ത സാധ്യതകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവികസനത്തിനായി പരിശ്രമിക്കുമെന്നും ജനാധിപത്യ താൽപര്യത്തിന് മുൻതൂക്കം നൽകുമെന്നും നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യുവജന പ്രക്ഷോഭങ്ങളെ തുടർന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നടപടികൾ ഊർജിതമാക്കി നേപ്പാൾ സേന. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർശന ജാഗ്രത തുടരുന്നു. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഇസ്രയേൽ സേന. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് UAE-യെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ചർച്ചകൾ അനന്ത സാധ്യതകൾ തുറന്നു നൽകുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പങ്കുവച്ചു. എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കാനാണ് ഇന്ത്യയും US-ഉം ശ്രമം നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇക്കാര്യത്തിൽ വൈകാതെ സംഭാഷണം നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ മോദി പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ സമൃദ്ധമായ ഭാവിക്കായി ട്രംപിനൊപ്പം പ്രവർത്തിക്കാനാകുമെന്ന പ്രത്യാശയും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കുമിടയിലെ വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാനായി ചർച്ചകൾ തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ വിധത്തിൽ വിഷയത്തിൽ ശുഭപര്യവസാനമുണ്ടാകുമെന്നാണ് പ്രത്യാശ. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരുന്ന ആഴ്ചകളിൽ ഇക്കാര്യം ചർച്ച ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു. ജനാധിപത്യത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷ പാർട്ടികളും പ്രധാനമാണെന്നും ജനാധിപത്യ താൽപര്യത്തിന് മുൻതൂക്കം നൽകുമെന്നും നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ 152 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുന്നത്. രാജ്യവികസനത്തിനായി പരിശ്രമിക്കുമെന്നും 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. Every post is important, but every post has its own limitations. We have to understand that and we have to work within that framework. Other side said it is a ideological fight, but from the voting pattern we understand the nationalistic ideology as overwhelmingly victorious. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശ്രീ CP രാധാകൃഷ്ണനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ അഭിനന്ദിച്ചു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനിച്ച ശ്രീ രാധാകൃഷ്ണൻ വിദ്യാർത്ഥി നേതാവായാണ് രാഷ്ട്രീയത്തിലെത്തിയത്. RSS, ജനസംഘം എന്നീ സംഘടനകളിൽ സജീവമായിരുന്ന അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഝാർഖണ്ഡ്, തെലങ്കാന, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. യുവജന പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. നേപ്പാളിലെ സംഭവ വികാസങ്ങൾ ഹൃദയഭേദകമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിഷേധത്തിനിടെയുണ്ടായ മരണങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തിയ അദ്ദേഹം സമാധാനത്തെ പിന്തുണയ്ക്കാൻ നേപ്പാളിലെ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയം. സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ നേപ്പാളിലെ ഇന്ത്യൻ പൌരന്മാർ നിലവിലെ താമസ സ്ഥലങ്ങളിൽ തുടരണമെന്നും തെരുവുകളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നേപ്പാൾ അധികൃതരുടെയും കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുടെയും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളായ +977 980 860281, +977 981 032 6134 എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ്. കാഠ്മണ്ഡുവിലെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചതിനാൽ എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ പ്രക്ഷോഭം നടത്തുന്ന യുവജന പ്രതിനിധികളുമായി സൈനിക ആസ്ഥാനത്ത് ഇന്ന് ചർച്ചകൾ നടക്കും. നേപ്പാൾ സേനാ മേധാവി അശോക് രാജ് സിഗ്ധലുമായി യുവജന പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. JNC പ്രക്ഷോഭത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച. രാജ്യത്തെ നിലവിലെ സുരക്ഷാ വെല്ലുവിളികൾ ഫലപ്രദമായി നേരിടുന്നതിനുള്ള ശ്രമങ്ങൾ നേപ്പാൾ സൈന്യം ഊർജിതമാക്കി. കാഠ്മണ്ഡു താഴ്വരയിൽ സ്ഥിതി മുൻ ദിവസത്തെ അപേക്ഷിച്ച് ശാന്തമാണെന്ന് സൈന്യം അറിയിച്ചു.
പ്രക്ഷോഭത്തിന്റെ മറവിൽ നടക്കുന്ന കൊള്ളയും അരാജക പ്രവൃത്തികളും തടയാൻ സമൂഹം ഒന്നടങ്കം സഹകരിക്കണമെന്നും സൈന്യം അഭ്യർത്ഥിച്ചു. കാഠ്മണ്ഡുവിലെ രാഷ്ട്രീയ വാണിജ്യ ബാങ്കിൽ കവർച്ച നടത്തിയ 5 പേരെ സൈന്യം അറസ്റ്റ് ചെയ്തു. കാഠ്മണ്ഡു, ഭക്തർപൂർ മേഖലകളിലെ സൂപ്പർ മാർക്കറ്റിലും ഹോട്ടലിലുമടക്കം കവർച്ച നടത്തിയ 21 പേരും അറസ്റ്റിലായിട്ടുണ്ട്. ഭരത്പൂർ ജയിലിന് പ്രക്ഷോഭകർ തീയിട്ടതിനെ തുടർന്ന് 700ഓളം തടവുകാർ രക്ഷപ്പെട്ടു. നേപ്പാളിൽ സംഘർഷം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശിലെയും പശ്ചിമബംഗാളിലെയും ജില്ലകളിൽ സംസ്ഥാന സർക്കാരുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകി. അതിർത്തി മേഖലയിൽ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അടുത്ത 3 വർഷത്തിൽ 6% മുകളിലായിരിക്കുമെന്ന് ഫിച്ച് റേറ്റിംഗ് റിപ്പോർട്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ 6.9% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ആഭ്യന്തര ഉപഭോക്തൃ ആവശ്യങ്ങൾ കൂടുതൽ നിക്ഷേപത്തിന് വഴിവെക്കുമെന്നും ഇതിലൂടെ സാമ്പത്തിക വളർച്ചയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയുടെ താരിഫ് വർധന ആഗോള സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയുടെ ഈ വളർച്ച മികച്ചതാണെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ പൌരകേന്ദ്രീകൃതമായ മാറ്റങ്ങളാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഡ്രോണുകൾക്ക് ഏർപ്പെടുത്തിയ നികുതി ഇളവ് പുതിയ മാറ്റങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ്. ഡ്രോണുകൾക്ക് 5% ഏകീകൃത GST നിരക്കാണ് ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. മുൻപ് സംയോജിത ക്യാമറകളുള്ള ഡ്രോണുകൾക്ക് 18%, വ്യക്തിഗത ഉപയോഗത്തിനുള്ളവയ്ക്ക് 28%ആയിരുന്നു GST നിരക്ക്. ഇന്ത്യയുടെ അതിവേഗം വളരുന്ന ഡ്രോൺ ആവാസ വ്യവസ്ഥയ്ക്ക് പരിഷ്കരണം പിന്തുണ നൽകും. രാജ്യത്തെ വ്യോമയാന മേഖലയിൽ മികച്ച മാറ്റങ്ങൾക്ക് ഇത് വഴിവെക്കുമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാൾ ഒഴികെയുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ ആന്തൂരിൽ കുടുംബശ്രീ CDSഉം നഗരസഭയും ചേർന്ന് നടപ്പിലാക്കിയ സേവനശ്രീ സംരംഭ പദ്ധതി ശ്രദ്ധേയമാകുന്നു. 2023 അയൽക്കൂട്ടം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പദ്ധതി ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വയോജന പരിപാലനം, വീട്ടുജോലി, ശിശുപരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, ക്ലീനിംഗ്, കാറ്ററിംഗ്, ജൈവമാലിന്യങ്ങളിൽ നിന്നും വളം നിർമ്മാണം എന്നീ ജോലികളാണ് സേവനശ്രീ പ്രവർത്തകർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി ചെയ്തുവരുന്നത്. 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്നതിനായി CDS കേന്ദ്രീകരിച്ചുകൊണ്ട് കോൾ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിമാസം ഓരോ അംഗത്തിനും 25,000 രൂപയിലധികം വരുമാനം നേടാനും സാധിക്കുന്നുണ്ട്. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിൽ നിന്നുമായി സേവനശ്രീ പ്രവർത്തകരെ കണ്ടെത്തി പരിശീലനം നൽകി പ്രവർത്തനം ജില്ലയ്ക്ക് പുറത്തുകൂടി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ കുടുംബശ്രീ മിഷൻ. 9 ദിവസമായി അടച്ചിട്ടിരിക്കുന്ന ജമ്മു ശ്രീനഗർ ദേശീയപാത ചെറിയ വാഹനങ്ങൾക്കായി ഇന്നു മുതൽ തുറന്നു നൽകും. ഹെവി മോട്ടോർ വാഹനങ്ങളുടെ പ്രവേശനം സംബന്ധിച്ച തീരുമാനം പിന്നീടെടുക്കുമെന്നും ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. മഴയും മണ്ണിടിച്ചിലും മൂലമാണ് ദേശീയപാതയിൽ ഓഗസ്റ്റ് 26 മുതൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയത്. കശ്മീർ താഴ്വരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ദേശീയപാതയിലെ ഗതാഗത തടസ്സം അവശ്യ സാധനങ്ങളുടെ വിതരണത്തെ അടക്കം സാരമായി ബാധിച്ചിരുന്നു. അതേസമയം ജമ്മു കശ്മീരിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം. ഇസ്രയേൽ പ്രതിരോധ സേനയും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റും ഓപ്പറേഷന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സംഭവത്തെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ് ഇസ്രയേൽ നടത്തിയതെന്ന് ഖത്തർ കുറ്റപ്പെടുത്തി. ആക്രമണത്തിൽ 5 നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. ഗാസയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്ന ദോഹയിലെ ഇസ്രയേൽ ആക്രമണമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് UAEയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ അഫ്ഗാനിസ്ഥാൻ 94 റൺസിന്റെ ഉജ്ജ്വല ജയം നേടി. സെപ്റ്റംബർ 28 വരെ നടക്കുന്ന ടൂർണമെന്റിൽ 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളാണെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ചർച്ചകൾ അനന്ത സാധ്യതകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവികസനത്തിനായി പരിശ്രമിക്കുമെന്നും ജനാധിപത്യ താൽപര്യത്തിന് മുൻതൂക്കം നൽകുമെന്നും നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ.
യുവജന പ്രക്ഷോഭങ്ങളെ തുടർന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നടപടികൾ ഊർജിതമാക്കി നേപ്പാൾ സേന. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർശന ജാഗ്രത തുടരുന്നു. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഇസ്രയേൽ സേന. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് UAE നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.